കല്യാണത്തിന് ചെന്ന് പുതിയപ്പള മാറിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞ് കല്യാണ വ്ളോഗാണ് കേട്ടോ. കല്യാണ വിശേഷങ്ങളൊക്കെയാണ്. അതിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ഞാനും അനുമോനും റെഡിയായി പുറത്ത് വെയിറ്റ് ചെയ്യണം. ആ ടൈമിൽ ക്യാമറ ഓൺ ആക്കിയപ്പോൾ എനിക്ക് ഇന്നെ തന്നെ ഒരു സുഖം കിട്ടിയില്ല കേട്ടോ. പിന്നെ നേരെ അകത്തേക്ക് തന്നെ കയറി ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് അങ്ങനെയാണ്, എത്ര മേക്കപ്പ് ചെയ്താലും ഒരു മെന കിട്ടൂല നമ്മളെ മുഖത്തിന്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. മുഖം മെനല്ലാത്തതുകൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറപ്പെട്ടു. ഏകദേശം ഞങ്ങൾ ടൈം ആയിട്ടാണ് കേട്ടോ പെരയിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വേറെ 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ എത്തിയിട്ടില്ല, വരാനാവണേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങളും കുറച്ച് ഇങ്ങനെ പതുക്കെ പോയി. എൻ്റെ സ്വഭാവം പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എവിടെയെങ്കിലും കല്യാണ പരിപാടി എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ കാത്തിരിക്കണ ഒരാളാണ്. അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ കുറേ ആയി വെയിറ്റ് ചെയ്യണു. നിക്കാഹ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഞങ്ങൾ ആ ഡേറ്റ് അങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റ് നമ്മൾ ഒരിക്കലും മറക്കൂല എന്നുള്ള തീരുമാനത്തിലായിരുന്നു. ഓർത്തോർത്ത് അങ്ങോട്ട് പോകുന്നു. എടത്തനാട്ടുകാരുള്ള ഓഡിറ്റോറിയം ആയിരുന്നു, MB ഓഡിറ്റോറിയം കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡാണിത്. ശരിക്കും ഒരു ടൂർ പോയ പോലെയായിരുന്നു. നമ്മൾ അട്ടപ്പാടി, മലമ്പുഴ, കാഞ്ഞിരപ്പുഴ ആ ഭാഗം, അതിൻ്റെ ബാക്ക് സൈഡൊക്കെ പോകില്ലേ, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് പോയപ്പോൾ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോയി. ഞാൻ പൈനാപ്പിളാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു. മിക്ക സ്ഥലത്തും നമ്മൾ പൈനാപ്പിളാണ് കുടിക്കുക. കല്യാണത്തിന് വന്നിട്ട് പുതിയാപ്പിള മാറിയെന്നല്ലേ ധവനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ മാറിപ്പോയത്. പെട്ടെന്ന് കണ്ട ഒരു അപ്പവും മച്ചുവാണ് ഓലി രണ്ടാളും. അവിടെ ചെന്ന് കയ്യോ കൊടുത്തു. ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല ആ ഒരു സമയത്ത് പറ്റിയത്. കാരണം കല്യാണ ചെറുക്കൻ എന്തായാലും സ്റ്റേജ് മേലെ ഉണ്ടാവുക. അതും കൂടി ഞങ്ങൾ ആലോചിച്ചില്ല കേട്ടോ, എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിഷാദ് സംസാരിച്ചുകൊണ്ടിരിക്കണത് എൻ്റെ കസിനാണ് കേട്ടോ. ഇതൊക്കെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ്, കസിൻസ് എല്ലാവരും ഉണ്ടാവും കേട്ടോ. നിഷാദ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളും പിന്നെ കല്യാണ ചെറുക്കനുമാണ് അതിൻ്റെ കട്ട ഫ്രണ്ട്സ് കേട്ടോ. ബാക്കി എല്ലാവരും ഇങ്ങനെ അറിയാം കമ്പനിയാണെന്ന് മാത്രം. ഓല് കട്ട ഫ്രണ്ട്സാണ്. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്, എനിക്ക് നിഷാദിന് കുറേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണതും ഓലെ കൂടെ കറങ്ങാൻ പോണതും ഓലെ വൈഫിൻ്റെ ആയിട്ടോ കമ്പനി ആവണതും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. പക്ഷെ അങ്ങനെ അധികം ആരും ഇല്ല. കാരണം ഇഷ്ടം പോലെ കമ്പനിക്കാരുണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ കോട്ടയത്ത്. പക്ഷെ ഇങ്ങനെ കമ്പനി ആയിട്ട് പുറത്ത് പോകുക അല്ലെങ്കിൽ ടൂർ പോകുക അങ്ങനത്തെ ആരുമില്ല. അപ്പോൾ അവരുടെ ടീം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നിട്ടോ. കാരണം അത്രയും അടിപൊളി ടീമാണ്. ഇതിൽ കല്യാണമുള്ള ആളെ മുത്തോന്നാണ് കേട്ടോ വിളിച്ച. ബ്രൈഡിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ മുനീബോലി രണ്ടാളാണ് കട്ട ഫ്രണ്ട്സ്. ഓല് വണ്ടി പോയി ആ സമയത്തുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷേ കൈ കൊടുത്ത് പോണത് മാളിക്കുന്നിലുള്ളവരാണ് കേട്ടോ. ഞങ്ങൾ മാളിക്കുന്നിൽ അറിയുന്ന ഫാമിലിയാണ്. അപ്പോൾ ഓല വീട്ടിൽ കല്യാണം കഴിച്ച് കൊടുക്കുന്ന കുട്ടിയുടെ അമ്മോൻ്റെ കുട്ടിയാണ് മുത്തു. അവിടെ ചെന്നപ്പോഴാണ് ഓലയും കണ്ടത്. അത് പിന്നെ അങ്ങനെയാണല്ലേ, നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടും. ആരെങ്കിലും എങ്ങനെയെങ്കിലും ആയിട്ട് ഓല ആൾക്കാരും നമ്മളെ ആൾക്കാരും ആയിരിക്കും. ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു സുട്ടുമണിയാണ് കേട്ടോ. നിഷാൻ്റെ അടുത്ത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഏൽപ്പിച്ചിട്ട് ആകെ 1-2 ഫോട്ടോ, ചെറിയൊരു വീഡിയോ മാത്രം എടുത്ത് വെച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ സ്ലോമോ ആക്കിയിലിട്ടത്. എനിക്ക് അതിനെ കൈ കിട്ടിയിട്ട് കൊടുക്കാനേ തോന്നുന്നില്ല കേട്ടോ. പിന്നെ നിഷാന് ഭയങ്കര പേടിയാണ് ഇങ്ങനെ നമ്മൾ പുറത്ത് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ വാങ്ങിയെടുക്കുമ്പോൾ കുട്ടികളെ കയ്യിലോ കാലിലോ സ്വർണ്ണോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് എങ്ങനെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ടെൻഷൻ ആക്കാരെന്നാണ് കണ്ട് എടുക്കാനായിക്കൂല കേട്ടോ. അത് അറിയുന്ന ആൾക്കാരെന്നാണെങ്കിൽ കുഴപ്പമില്ല, അറിയാത്ത ആൾക്കാരതൊക്കെ ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. പിന്നെ പേടിയാണ്. ഇത് ഫ്രണ്ടിൻ്റെ തന്നെ ആയതുകൊണ്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എത്ര നേരം വേണമെങ്കിലും എടുത്തിരിക്കായിരുന്നു. ഇത് 2 കൂട്ടുകാരന്മാരും കൂടി വരാണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവർ രണ്ടാളും കേട്ടോ. അപ്പോൾ ഓല് വന്ന ടൈമിൽ കയറി ഫോട്ടോസൊക്കെ എടുത്ത് ഓല് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഓല് വന്നിട്ട് കഴിക്കാന്നുള്ളത് ഞാൻ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചതാണ്. പക്ഷേ ഓല് വരാൻ കുറേ വൈകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ കഴിച്ചു. പിന്നെ നിഷാദ് ഓലപ്പം പോയിരുന്ന് ഒന്ന് കമ്പനി കൊടുത്തിട്ട് ആ ടൈമിൽ ഞാനിവിടെ ഇരുന്നു. ബ്രൈഡും ഗ്രൂമൊക്കെ ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെ കളിയും കുട്ടികളെ കാട്ടലൊക്കെ കണ്ടുകാണ്ട് കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. മുടിയൊക്കെ ആളത് എംബാപ്പ സ്റ്റൈലാണ് കേട്ടോ. അതാ ഇവനെയാണ് നമുക്ക് മുത്തൂനി ഇവനെയാണ് മാറിയത് കേട്ടോ. കണ്ടാൽ മാറും. ഞാൻ ഓനെ മുഖം കറക്റ്റായിട്ട് എടുക്കാൻ കുറേ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല കേട്ടോ. മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കൈ കൊടുത്തു. അപ്പോൾ ആ ഒരു ഫീല് കിട്ടിയില്ല. അപ്പോൾ ആൾ മാറി തോന്നുന്നു പറഞ്ഞപ്പോൾ ഓൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ആൾ മാറിക്കണം, ഞാൻ മുത്തുമല്ല എന്നുള്ളത്. പിന്നെ പുതിയപ്പള സ്റ്റേജിലെല്ലാം ഉണ്ടാവുക, അത് ആലോചിക്കാത്തത് നമ്മളെ തെറ്റാണ്. കല്യാണ ചെറുക്കനോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി താഴത്തുനിന്ന് കേട്ടോ മുനീമിനെ കണ്ടത്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് കേട്ടോ, കല്യാണത്തിന് വരൂല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഓൻ്റെ കല്യാണമാണ്. പെട്ടെന്ന് ഒരു പെണ്ണും കണ്ടുപിടിച്ച് അവനെ പെട്ടെന്ന് കെട്ടിക്കണം, എന്നാലേ അടുത്ത കല്യാണം കൂടാൻ പറ്റുള്ളൂ. ഒക്കെ ലീവിന് വന്നാൽ കേട്ടോ. ലീവിന് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഒരു കോട്ടപ്പുറത്ത് വരാതിരിക്കൂല. അവൾ അവിടെ നിന്ന് വന്നിട്ടേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. കല്യാണമൊക്കെ നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ വീഡിയോയിൽ പറയാൻ പറ്റില്ല. പിന്നെ അതാ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ തുണി വെട്ടണേന്ന് ആൾക്കാരും ചിന്തിക്കുന്നത്. ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. രാത്രി ഞാനും സാജിയും പൂമോളും കൂടി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഈ വീഡിയോ കാണുന്നോലെ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായില്ല. അതൊക്കെ കൊടുത്ത് മണ്ണാർക്കാടും കൂടി ഞങ്ങൾ പ്ലാനിലുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് നേരെ മണ്ണാർക്കാട് ഒരു ചായ പിടിച്ച് പോരാന്ന് പറഞ്ഞിട്ട്. പക്ഷേ നിഷാദ് സമ്മതിച്ചില്ല, ഡെയിലി മണ്ണാർക്കാട് വെച്ചിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.